നോക്കൂ അരുൺ, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ചൊവ്വാഴ്ച, അതായത് 2 ദിവസം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു വാർത്താസമ്മേളനത്തിൽ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞതാണ് വാർത്താസമ്മേളനത്തിൽ. അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകും. ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്. നോക്കൂ, എന്താണ് ഈ കമ്മിറ്റി? ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ അവരുടെ വീട്ടിലിരുന്ന സമയത്ത് കുറച്ച് നടിമാരും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് വനിതകളും ചെന്നിട്ട് ഈ റിട്ടയർഡ് ജസ്റ്റിസായ ഹേമയുടെയൊക്കെ കുറച്ച് പരിഭവങ്ങളും പരാതികളും പറയുകയായിരുന്നില്ല. മറിച്ച് അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയുടെ അധ്യക്ഷയായി വന്നപ്പോൾ അവർ അന്വേഷിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ സിനിമാ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്ന അനാവശ്യമായ പ്രവണതകളെക്കുറിച്ചായിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പീഡനവും ദുരിതവും അനുഭവിച്ചിട്ടുള്ള 52ഓളം സ്ത്രീകളാണ് പോയിട്ട് ജസ്റ്റിസ് ഹേമയെയും മറ്റ് സഹ അംഗങ്ങളെയും കണ്ടിട്ട് അവരുടെ വിഷമങ്ങൾ ബോധിപ്പിക്കുന്നത്. അതിനൊരു പരാതിയുടെ സ്വഭാവമുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ചില വകുപ്പുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ആ ഘട്ടത്തിലേക്ക് വരാം. നോക്കൂ, ഇങ്ങനൊരു കമ്മിറ്റിയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നിടത്തും തുടങ്ങുന്നു സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഇപ്പം കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട്സ് പ്രകാരം ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നൊരു കേസാണ് എങ്കിൽ ആ കമ്മീഷൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടും അതിൻ്റെ മുകളിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും കൂടി നിയമസഭയിൽ വെക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഇവിടെ ഇപ്പോൾ ഈ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട്സ് പ്രകാരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിന് പകരം ഒരു കമ്മിറ്റിയെയാണ് നിയമിക്കുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമേ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഒരാൾ ഒരു പരാതി പറഞ്ഞാൽ ആ കമ്മിറ്റി ആരെക്കുറിച്ചാണോ ആ പരാതി പറഞ്ഞത് അയാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒട്ടും തന്നെ അയാൾ വന്ന് നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു ബൈൻഡിങ്ങും ഇല്ല എന്നേ. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ സാഹചര്യം അതല്ല. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പോയിട്ട് എന്നെക്കുറിച്ചൊരു പരാതി അരുൺ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മീഷൻ എന്നെ വിളിപ്പിക്കാം, ഞാൻ അവിടെ പോകാൻ ബൈൻഡിങ് ആണ്. ഒരു കമ്മിറ്റി വിളിപ്പിച്ചാൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ കാര്യത്തിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് തന്നെ ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കമ്മിറ്റി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇതിന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല എന്നും അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ എന്തിനു പോകണമെന്നുള്ളൊരു ഒരു വിഷമം അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഏതായാലും ആ കമ്മിറ്റി രൂപീകരിച്ച ഒരു വലിയ സംഭവമാണ് എന്നിപ്പോൾ CPM-ഉം സർക്കാരും പറയുന്നുണ്ട്. നിശ്ചയമായും അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കമ്മിറ്റി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്? അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട നടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ബോക്സ് ഓഫീസിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നടി. ആ നടി കേരളത്തിൽ ഒരു തിരക്കേറിയ നഗരവീഥിയിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയാണെന്നേ. അതൊരു ആഭ്യന്തര പ്രശ്നമല്ലേ? ഒരു വലിയൊരു ആഭ്യന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണത്. ആഭ്യന്തര വകുപ്പിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയാണത്. അങ്ങനെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ പറയുന്ന കേരളത്തിലെ വിമൻ ഇൻ കളക്റ്റീവ് അല്ലെ, WCC, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ആ സംഘടനയുടെ പ്രതിനിധികൾ കൃത്യമായി പിണറായി വിജയനെ പോയി കണ്ടിട്ട് ഈ പ്രശ്നങ്ങൾ പഠിക്കപ്പെടേണ്ടതാണെന്നും അനാവശ്യമായ ഒട്ടേറെ പ്രവണതകൾ ഈ പറയുന്ന സിനിമയിൽ നിലനിൽക്കുന്നുവെന്നും സിനിമ എന്ന് പറയുന്ന ഒരു മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നം അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ആക്ട് ചെയ്യേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, കേരളത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമാണ്. ഒരു പെൺകുട്ടി, അവർ സിനിമ ആക്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിലാളി ആയിക്കോട്ടെ, ഒരു വിദ്യാർത്ഥിനി ആയിക്കോട്ടെ, ഒരു അധ്യാപിക ആയിക്കോട്ടെ, പട്ടാപ്പകല് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുവീഥിയിൽ വെച്ച് ഒരു കാറിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാൽ സർക്കാർ അത് അന്വേഷിക്കണമല്ലോ സ്വാഭാവികമായും. അതൊരു സിനിമാ നടിയായപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടി ഒട്ടേറെ എക്സ്പ്ലോയിറ്റേഷൻസ് നിലനിൽക്കുന്നു എന്നൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായും കമ്മിറ്റഡ് ആയ ഒരു സർക്കാരിന് ഒരു ആക്ഷൻ നടത്തിയേ പറ്റൂ. അവിടെ സർക്കാർ ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ല വെച്ചത്, മറിച്ച് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ഈ കമ്മിറ്റി ഫോം ചെയ്താലുള്ള ഒരു ഗുണമെന്നറിയാവോ? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കണ്ട. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാതെ സർക്കാരിന് അത് സൂക്ഷിക്കാം. ഇവിടെ നിങ്ങൾ അപകടത്തിൽപ്പെട്ടത് എന്താണ്? ഈ ബുദ്ധി സർക്കാർ കാണിക്കുമ്പോൾ വിവരാവകാശം എന്ന് പറയുന്ന ഒരു വലിയ ശക്തമായ ചാട്ടുളി പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ സർക്കാരിന്. ആ വിവരാവകാശ നിയമത്തിന്റെ ബലത്തിലാണല്ലോ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ അരുൺ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 17 നിർദ്ദേശങ്ങൾ, കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. 53-ാമത്തെ പാരഗ്രാഫ്. ഞാൻ എല്ലാ കണ്ടെത്തലുകളിലേക്കും പോകുന്നില്ല. ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒന്ന്,
ചാൻസ് കിട്ടാൻ സെക്ഷൽ ഡിമാൻഡ്, അതായത് നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ആദ്യത്തെ പെൺകുട്ടിയാണ് എങ്കിൽ നിങ്ങളോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് സെക്ഷൽ ഡിമാൻഡാണ്, ചാൻസ് കൊടുക്കണമെങ്കിൽ. ഇത് കണ്ടെത്തിയിരിക്കുന്നു ഈ കമ്മിറ്റി എന്നുള്ളതാണ്. 2, ജോലി സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെന്റ് എണ്ണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 53-ാമത്തെ പാരഗ്രാഫിൽ 1 മുതൽ 17 വരെ അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3, സെക്ഷൽ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ ടോർച്ചറിങ്. ഈ 3 കാര്യങ്ങൾക്കും മുമ്പോത്ബലകമായി എക്സിബിറ്റ്സ് A1 to A16. എന്താണ് ഈ എക്സിബിറ്റ്സ് A1 to A16 എന്ന് പറയുന്നത്? വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, സ്ക്രീൻഷോട്ട്, ഏതിൻ്റെ? വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഈ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ടെന്നേ. കമ്മിറ്റിക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ 53-ാമത്തെ പാരഗ്രാഫിൻ്റെ ഭാഗമായി 1, 2, 3, 4 എന്ന് എണ്ണം പറഞ്ഞ് 17 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തുടർന്നാണ് കമ്മിറ്റി അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. നോക്കൂ, ഈ തെളിവുകൾ വളരെ ധാരാളമാണ് ഒരു കേസിലേക്ക് പോകാൻ. അതിനൊരു കാര്യമുണ്ട്, അതായത് എന്ന് മാത്രമല്ല കമ്മിറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. 96-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹരാസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി. ഈ പറയുന്ന സിനിമാ വ്യവസായ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ആളുകളാൽ പോലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരിയാണ്, ജുഡീഷ്യൽ അധികാരങ്ങളില്ലാത്തൊരു കമ്മിറ്റിയാണത്. എങ്കിൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗമാണ് ഈ കമ്മിറ്റി. ഒരുപക്ഷെ സർക്കാർ തന്നെയാണ് ഈ കമ്മിറ്റി. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പോയി അന്വേഷിക്കുന്ന ഒരു പരിപാടിയില്ലെന്നേ. അവിടെ പല പല കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റികൾ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ആ കമ്മിറ്റി. അതുകൊണ്ടാണ് ഈ പറയുന്ന പീഡനം അനുഭവിച്ച ആളുകൾ പോയിട്ട് ഈ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ശാരദയുടെ മുമ്പിലും KB വത്സലകുമാരിയുടെ മുമ്പിലും പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞത്, അല്ലാതെ അവരുടെ വീട്ടിൽ പോയിരുന്ന് പറയാറില്ല. അപ്പം സ്റ്റേറ്റ് എംപവർ ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ നിങ്ങൾ പോയി മൊഴി കൊടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനമായിട്ടുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള കൃത്യമായ തെളിവുകൾ നൽകുകയും ആ തെളിവുകൾ ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൃത്യമായ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതൊരു റിപ്പോർട്ടായി സർക്കാരിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 176-ാമത്തെ വകുപ്പിൽ വളരെ കൃത്യമായി പറയുന്നു, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ് an officer in charge of a police station has reason to suspect the commission of an offence which he is empowered under section 175 to investigate. ഇതിൻ്റെ ബാധ്യത വരും. നോക്കൂ, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ്, നിങ്ങൾക്കൊരു വിവരം കിട്ടിയാൽ മതി. ഈ കേസിൽ നിങ്ങൾക്കൊരു വിവരം ലഭിച്ചാൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേസെടുക്കാം. നമ്മുടെ ഈ രാജ്യത്ത് ഇന്നൊരു വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ 31 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. ആ കേസ് എങ്ങനെയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഏതെങ്കിലും വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഒരു ക്രൈം സീനിലേക്ക് പോലീസ് എൻ്റർ ചെയ്യുന്നു, അവിടെ ഒരു റേപ്പും മർഡറും നടന്നിരിക്കുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. അങ്ങനെ പോലീസ് ഒരു FIR ഇടുന്നു, അവിടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. നിർഭയയുടെ കേസിൽ നിർഭയയുടെ അമ്മയും അച്ഛനും പരാതി കൊടുത്തിട്ടാണോ കേസ് അന്വേഷിച്ചത്? അങ്ങനെ ഒരു നിയമമില്ല. എന്ന് മാത്രമല്ല, 0 FIR എന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. FIR വേണ്ട, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ മതി. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഭാരതീയ ന്യായ സംഹിതയിലെ 176-ാം വകുപ്പ് പ്രകാരം ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയുക. അങ്ങനെയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർക്ക് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങാം, ആരുടെയും പരാതി വേണ്ട. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇതിന് വേണ്ടി ഒരു ആക്ട് നടത്തായിരുന്നു. 24 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്മിറ്റി. ഞാൻ പറയുന്ന ടോയ്ലറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ചേഞ്ചിങ് റൂമിൻ്റെ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലെന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുക്കാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എടുത്തതെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെന്നൊരു ചോദ്യം വരും. ഇവിടെ വിവരാവകാശം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരന്തരം ഇടപെടൽ നടത്തുകയും അതിൻ്റെ മേൽ ഇൻഫർമേഷൻ കമ്മീഷൻ കൃത്യമായി ആക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇവിടെ കോടതിയുടെ റോളുണ്ട്. ആ കോടതിയുടെ റോളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ആ റോള് കോടതി നല്ല ഗംഭീരമായി നിർവഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ കോടതിയുടെ ഉത്തരവിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയായി കാണുന്നത്, ഇഫ് എനി കൊഗ്നൈസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ് ടു ദി കമ്മിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള കൊഗ്നൈസബിൾ ഒഫൻസ് ഈ കമ്മിറ്റി മുമ്പാകെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട്. ഹൗ ടു പ്രൊട്ടക്ട് ദീസ് വിക്ടിംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വാട്ട് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ ഈസ് സംതിങ് ദാറ്റ് ദിസ് കോർട്ട് റിക്വയർസ് ടു അഡ്രസ്. അത് കോടതി സ്വമേധയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ പോയി ഈ സെക്ഷൽ ഹരാസ്മെന്റ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പെർപെട്രേറ്റേഴ്സ് ഓഫ് ദി ക്രൈം, അവർ ആരാണ് ആ കുറ്റം ചെയ്തത്, അവർക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണം, അവർക്കെതിരായി നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുക കോടതിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ സർക്കാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. സർക്കാർ ഇതിൻ്റെ മേൽ നടത്തിയിട്ടുള്ള ഇനാക്ഷൻ, എടുക്കാതിരുന്ന നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയും ചരിത്രപരമായ ഒരു മണ്ടത്തരം, ചരിത്രപരമായ ഉത്തരവാദിത്വമില്ലായ്മ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്ത്രീ സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി CPM ഈ കേരളത്തിൽ തോറ്റത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. അത് വളരെ രാഷ്ട്രീയമായ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. അതിനുവേണ്ടി കേരളത്തിൽ വലിയ വനിതാ മതിൽ തീർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയും സർക്കാരുമാണിത്. ആ സർക്കാരാണ് 4.5 വർഷം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ വലിയ രീതിയിൽ സെക്ഷലി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 വർഷം അതിൻ്റെ മുകളിൽ അടയിരുന്നത്, അലമാരിയിൽ വെച്ച് പൂട്ടിയത്. ഒരർത്ഥത്തിലും സർക്കാരിന് ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഓരോരുത്തരായി ഇറങ്ങി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ കമ്മിറ്റി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നാണ്. ശരിയാണ്, പക്ഷേ നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അതിക്രൂരമായി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. പട്ടാപ്പകൽ ഒരു പ്രധാനപ്പെട്ട ഫിലിം ആക്ട്രസ് ആണ് പീഡിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. നിങ്ങൾക്ക് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ആക്ട് ചെയ്തപ്പോൾ പോലും ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ല വെച്ചത്, മറിച്ചൊരു കമ്മിറ്റിയാണ് വെച്ചത്. അത് ആരുടെ സ്വാധീനത്തിൽ, ആരുടെ സമ്മർദ്ദത്തിൽ എന്ന് ഇനി പറയണം. എന്ന് മാത്രമല്ല, 4.5 വർഷം ഇതിൻ്റെ മേളിൽ അടയിരുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. നിങ്ങൾക്കിങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഞങ്ങളാണ് ഇതിനകത്ത് മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ പിടിവിട്ട് പോയിരിക്കുന്നു. കോടതി ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ കോടതി എടുക്കുമെന്ന് തന്നെയാണ്. കോടതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടാവും. ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. ഈ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സർക്കാർ നൽകണമെന്ന് പറയുമ്പോൾ തന്നെ കോടതി നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടി, ഇന്ന് ഈ സർക്കാരിനെ കോടതി പിടിച്ചുലച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് പൊതുമനസ്സിൽ, കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ഒരു വലിയ ചർച്ചയുമായിട്ടുണ്ട്. ഇനി ഇരട്ടത്താപ്പും സമ്മർദ്ദവും ഒക്കെ ആയിട്ട് നിൽക്കാൻ കഴിയില്ല, ഒളിച്ചു കളിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ശുദ്ധമാക്കണമെങ്കിൽ അതിശക്തമായ നടപടി എടുക്കണം. അതിനൊരു സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. സ്റ്റേറ്റിൻ്റെ പൗരന്മാരാണ്, നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുന്ന പൗരന്മാരാണ് ഈ സമൂഹത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഇടത്തിൽ അവർ സുരക്ഷിതരല്ല എങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത്, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്. ഈ പറയുന്ന ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഡിഗ്നിറ്റിയോടുകൂടി ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത് എങ്കിൽ, ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്യാൻ നിർബന്ധിതമാണ്. ആക്ട് ചെയ്തില്ല എങ്കിൽ കോടതി നിങ്ങളെ നിർബന്ധപൂർവം നടപടികളിലേക്ക് സമ്മർദ്ദം ചെലുത്തി വിടുന്നൊരവസ്ഥയുണ്ടാകും. അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സർക്കാർ ഇനി അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.